പരലോകത്ത് ശഫാഅത്തിന് വേണ്ടി എല്ലാവരും തടിച്ചുകൂടുമ്പോ, എല്ലാവരും ശുപാർശക്ക് വേണ്ടി അംബിയാ മുർസലുകളെ സമീപിക്കുമ്പോ, ആദമിനെ സമീപിക്കുമ്പോ, സ്വർഗത്തിൽ വിലക്കപ്പെട്ട കനി തിന്നതിന്റെ പാപഭാരത്താൽ, അതിന്റെ ഖേദഭാരത്താൽ ആദം നബി ഒഴിഞ്ഞു മാറുമ്പോ, നൂഹ് നബി ഒഴിഞ്ഞു മാറുമ്പോ, ദുർമാർഗിയായ മകന് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഖേദത്താൽ ഒഴിഞ്ഞു മാറുമ്പോ, ഇബ്രാഹിം ഒഴിഞ്ഞു മാറുമ്പോ, മൂസാ നബി ഒഴിഞ്ഞു മാറുമ്പോ, ഈസാ നബി കാരണം പറയാതെ ഒഴിഞ്ഞു മാറുമ്പോ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ നാശത്തിലേക്ക് വഴുതി വീണവരാണ്, അപമാനത്തിൽ പതിച്ചവരാണ്, പക്ഷേ അല്ലാഹുവേ നിന്റെ മഹബൂബായ നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വിചാരണ തുടങ്ങാതെ മഹ്ശറയിൽ ചെയ്തുപോയ പാപത്തിന്റെ തോതനുസരിച്ച് വയർപ്പിൽ കുളിച്ച് മനുഷ്യ സമുദായം നിൽക്കുമ്പോ, ഓരോരുത്തരും ഓരോരുത്തരുടെ പാപത്തിന്റെ തോതിൽ വയർപ്പിൽ നിൽക്കുമ്പോ, നൂലുബന്ധമില്ലാതെ ആളുകളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹ്ശറയുടെ മൈതാനിയിൽ വിചാരണ ഒന്ന് തുടങ്ങാൻ അവിടുന്ന് ശഫാഅത്തിന് വേണ്ടി സുജൂദിൽ വീണ് കിടക്കുമ്പോ അല്ലാഹു പറയുകയാണ്, ഇർഫഅ റഅസക യാ മുഹമ്മദ്, മുഹമ്മദേ ശിരസ്സുയർത്തിയാലും എന്ത് വേണമെന്ന് ചൊല്ലിയാലും സ്നേഹഭാജനമായ പുണ്യനബിയുടെ ഇഷ്ടത്തെ മാനിച്ച് അള്ളാഹു വിചാരണ തുടങ്ങുന്നു. രണ്ടാമതും അവിടുന്ന് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വലിയ ദോഷങ്ങളില്ലാതെ ചെറിയ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നവരെ അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുകയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടയിൽ ഹൗദുൽ കൗസറിലെ ഒരു പാനീയം, പാലിനേക്കാൾ വെള്ളനിറം, തേനിനേക്കാൾ മാധുര്യം, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം പോലെ സ്വർണത്തിന്റെ വെള്ളിയുടെ ചഷകങ്ങൾ നിറച്ചു വെച്ച സ്വർഗത്തിൽ നിന്ന് 2 പാത്തിയിലൂടെ ഒഴുകുന്ന അരുവികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട വലിയ ഒരു തടാകം. ഹൗദെന്ന് കേൾക്കുമ്പോൾ തോന്നും വല്ല ചെറിയ ഹൗദാണോ എന്ന്. ചെങ്കടലിന്റെ വലിപ്പമുണ്ട് ഹൗദുൽ കൗസറിന്. അമ്മാൻ മുതൽ ഏതൻ വരെയുള്ള ദൈർഘ്യമുണ്ട് ഹൗദുൽ കൗസറിന്. മറ്റു പ്രവാചകന്മാർക്കും ഹൗദുണ്ട്. അവിടെ പോയി കുടിക്കേണ്ട അവരുടെ അനുയായികൾ അന്ത്യപ്രവാചകന്റെ ഹൗദിന്റെ കൗതുകമറിഞ്ഞ് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ മലക്കുകൾ വിലക്കുകയാണ്. ഒട്ടകം മറ്റൊരു വളപ്പിൽ കയറി തിന്നാൻ ശ്രമിക്കുമ്പോ ഒട്ടകത്തെ മേക്കുന്നവൻ ഒട്ടകത്തെ തടയുന്ന പോലെ മലക്കുകൾ വന്ന് എന്റെ ഹൗദിൽ നിന്ന് കുടിക്കാൻ ശ്രമിക്കുന്നവരെ മറ്റു പ്രവാചകന്മാരുടെ സമുദായങ്ങളെ തടയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെ എങ്ങനെയാണെന്ന് തിരിച്ചറിയുക എന്ന് സഹാബത്ത് ചോദിക്കുമ്പോ, ഉളുവിന്റെ അടയാളങ്ങളുമായി തിളങ്ങുന്ന അവയവങ്ങളുമായി നിങ്ങളോടി അണഞ്ഞു വരുമ്പോ ഞാൻ നിങ്ങളെ തിരിച്ചറിയും. ദുനിയാവിൽ ഹൗലുമായി ബന്ധമുള്ളവന് ആഖിറത്തിലെ ഹൗലുമായും ബന്ധപ്പെടാൻ അവസരമുണ്ടെന്നർത്ഥം. ദുനിയാവിലെ ഹൗല്, ഉളുവിന്റെ ഹൗല്, നിസ്കാരത്തിന് മുമ്പുള്ള ഒരു ഒരുക്കം, അംഗശുദ്ധി, അംഗസ്നാനം ചെയ്ത അവയവങ്ങൾ തിളങ്ങുമ്പോ ഞാൻ നിങ്ങളെ തിരിച്ചറിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബി.